എടുത്ത് ഫേസ്ബുക്കിൽ ID എടുത്ത് നോക്കിയാൽ ഏകദേശം ഇങ്ങനെയുള്ളവർക്ക് നമ്മളെപ്പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ ഇവരെന്നെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു വീക്ക്നെസ് കയറി പിടിച്ചാണ് നമ്മളോട് വന്ന് അടുക്കുന്നത്. അത് എത്ര നല്ലൊരു കുടുംബമാണെന്ന് പറഞ്ഞാലും എത്ര സ്നേഹത്തിൽ ഭാര്യയും ഭർത്താവും ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും അതിലേക്ക് ഇവർ എന്നതെങ്കിലും ഒക്കെ പറഞ്ഞ് നുളഞ്ഞു വന്ന് കയറിയിരുന്ന് വെച്ച് ഇവർ ഈ ഒരു കുടുംബം നശിപ്പിച്ചതിന് ശേഷമേ പോകത്തുള്ളൂ. എനിക്ക് ഇഷ്ടം പോലെ വരാറുണ്ട്. ചിലതൊക്കെ ഞാനങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് ഒന്നും മിണ്ടാൻ പോകത്തില്ല. ചിലതൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാനൊരു കല്യാണം കഴിച്ച ആളെന്ന് എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് അറിയാം, എനിക്ക് കുട്ടികളുണ്ടെന്നും അറിയാം. ഇത്രയും അറിഞ്ഞിട്ടും എന്നോട് ഇഷ്ടമാണെന്ന് വന്ന് പറയുന്നതിൻ്റെ കാരണം എന്നാ എന്ന് ഞാൻ ചോദിച്ച ഒരാളോട്. അപ്പം ഞാൻ അതിന് മുമ്പൊക്കെ എല്ലാവരും ഇങ്ങനെ ബ്ലോക്ക് ഒരു ദിവസം എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് ചോദിക്കാം, എനിക്കൊരു എന്നെ ഒന്ന് ചോദിക്കണമെന്ന് തോന്നി. ഇവരുടെ അഭിപ്രായം എന്നാന്ന് അറിയട്ടെ, ഇവരുടെ മനസ്സിൽ എനിക്ക് അതിൻ്റെ കാരണം ഒന്ന് അറിയണം, എന്തുകൊണ്ട് താങ്കൾക്ക് അങ്ങനെ ഇഷ്ടം തോന്നി എന്ന് എനിക്കൊന്ന് അറിയണമെന്ന് പറയും. എന്നാലും ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, വേറൊരാളുടെ ഭാര്യയാണ്, കുട്ടികളുണ്ട്, അപ്പം നിങ്ങളിത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ആ ഒരു ചെറുക്കൻ പറഞ്ഞ കാര്യം എന്നാണെന്നറിയാം, വിവാഹം കഴിച്ച പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പം അവർക്ക് റൊമാൻസ് കൂടുതലായിട്ട് വെച്ചാൽ അവരൊരു വിവാഹ ജീവിതം കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, അവരോട് എന്നാ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയുള്ളവരായിട്ട് പറയുമ്പോൾ ഇവർക്ക് ഈ സംസാരിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് ഇവർക്ക് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയണം. പിന്നെ രണ്ടാമത് ഇവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തീരെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെന്ന് ഇവർ ഇടപെടുകയില്ലെന്ന് പറഞ്ഞു. എനിക്ക് ചോദിച്ചാൽ അതെന്നെ അങ്ങനെ അന്നേരം പറഞ്ഞു അതെന്ന് പറഞ്ഞാൽ ചിലർ ഫ്രണ്ട് ലിസ്റ്റ് നോക്കിയാൽ ചവറ് പോലെ വലിച്ചു വാരി അവരങ്ങ് എടുത്തിട്ടുണ്ടായിരിക്കും ഒരുപാട് പേര്. അപ്പം ആ ഫ്രണ്ട് ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാം ഇത് ഇങ്ങനെ ചവറ് പോലെ എടുക്കുന്നതാണോ, ഇത് എങ്ങനെയാണ് എന്നുള്ളത്. കാര്യം ചിലത് ചെന്ന് പെട്ടത് അത് ഉമ്മാർക്കറിയാം, അതിൽ നിന്ന് ഒരിക്കലും ഉമ്മാർക്ക് ഊരിപ്പോരാൻ പറ്റത്തില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഉമ്മാർ അങ്ങനെ നോക്കുന്നത്. ഫ്രണ്ട്സൊക്കെ കുറവുള്ള ഒരു ഫാമിലി ഇതായിട്ട് ജീവിക്കുന്നവരെയാണ് ഇവർ കൂടുതലും നോക്കുന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ നീ ഇങ്ങനെ പ്രണയിക്കുന്ന ഒരു പക്ഷേ അവർ നിനക്ക് കല്യാണം അന്നേരം എടുത്ത വായില് പറഞ്ഞ വർത്താനം എന്നാണെന്നറിയാം, കല്യാണം കഴിച്ചതാകുമ്പം തലയിലാവത്തില്ലല്ലോ എന്ന്. കാര്യം അവർക്ക് പിന്നീട് അവർക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിനെ സെലക്ട് ചെയ്ത് അവർക്ക് കല്യാണം കഴിക്കാം, അതുവരെ അവരുടെ ഒരു നേരം പോക്കാണ് ഈ ഓരോ ഫാമിലിയിലുള്ള പെണ്ണുങ്ങളെന്നാണ് പറഞ്ഞത്. കല്യാണം കഴിച്ചൊരു പെണ്ണിനോട് ഒരാണ് ഇഷ്ടമാണെന്ന് വന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവരോട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുണ്ടായിട്ടല്ല വന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അവർ പൈസ ഉള്ളവരാണെങ്കിൽ അവരുടെ പൈസ ആഗ്രഹിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ശരീരം ആഗ്രഹിച്ചിട്ടായിരിക്കും, അല്ലാതെ മനസ്സുകൊണ്ട് ഒരിക്കലും അവർ സ്നേഹിക്കുന്നുണ്ടായിരിക്കത്തില്ല. അത് 100% സത്യമാണ്. ചിലതിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ ഒരുപാട് പാടാണ്. കുറേ പൈസകൾ അങ്ങ് പോയി കഴിഞ്ഞ് കെട്ടിയോൻ അറിയുമ്പോഴാണ് ഇത് ഇതുവഴി ഈ പൈസ പോയെന്ന് അറിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ വഴക്കായി ബഹളമായി അവൻ്റെ നൈസായിട്ട് അവനങ്ങ് പോകും. പിന്നെ ആരാണ് പെടുന്നത്? ഈ ഭാര്യയാണ് പെടുന്നത്, ഈ വീട്ടിൽ നിൽക്കപ്പെടുന്നത്. അവൾ ആ വീട്ടുകാരുടെ മുന്നിൽ മോശക്കാരി, ഭർത്താവിൻ്റെ മുന്നിൽ മോശക്കാരി, മക്കളുടെ മുന്നിൽ മോശക്കാരി, എല്ലാവരുടെ മുന്നിൽ മോശക്കാരിയായിപ്പോൾ അവൾ. അതേസമയം അപ്പുറത്ത് നിൽക്കുന്നവനോ അവന് കിട്ടാവുന്ന ലാഭം മേടിച്ച് അവൻ പൊടിയും തട്ടി അവൻ പോയി. ഇതാണ് മിക്കയിടത്തും സംഭവിക്കുന്നത്.